കുട്ടികളിൽ ടാൻട്രംസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പാരൻസ് യൂഷ്വലി ഇതിനെ വാശിയോ അല്ലെങ്കിൽ അനുസരണക്കേടോ ആയിട്ടാണ് കാണുന്നത്. ശരിക്കും ഇത് ബ്രെയിനിൻ്റെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. ടാൻട്രംസ് ഏറ്റവും കൂടുതൽ കാണുന്നത് 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയാണ്. ഇതിൻ്റെ കാരണം ബ്രെയിനിൻ്റെ 2 ഭാഗത്തിൻ്റെ വളർച്ചാ വ്യത്യാസമാണ്. ഒന്നാമത്തത് അമഗ്ഡാലയാണ്. ഇതിനെ നമ്മൾ ബ്രെയിനിൻ്റെ ഇമോഷണൽ അലാം സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ ദേഷ്യം, ഭയം തുടങ്ങിയ വികാരങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ മുൻവശത്തുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ആണ്. ഇതാണ് നമ്മുടെ ഇമോഷണൽ റെഗുലേഷൻസ്, പ്രോബ്ലം സോൾവിങ്, പേഷ്യൻസി, സെൽഫ് കൺട്രോളൊക്കെ നിയന്ത്രിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഈ പ്രായത്തിൽ അമഗ്ഡാല നന്നായിട്ട് പ്രവർത്തിക്കും. പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ആണെങ്കിൽ അത്രയ്ക്ക് ഡെവലപ്പും ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ എമോഷണൽ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ കാർ ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. അമഗ്ഡാലയാണ് നമ്മുടെ ആക്സിലേറ്റർ എന്ന് വിചാരിക്കുക. പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് നമ്മുടെ ബ്രേക്ക്. ആക്സിലേറ്റർ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല എന്താ ഉണ്ടാവുക? ആക്സിഡൻറ്റ്. അത് തന്നെയാണ് ഇവിടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്. ഇവിടെ നമ്മുടെ പാരൻസ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ടാൻട്രംസ് ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും.